നമ്മുടെ ഈ എൻജിനീയർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശങ്കർഭട്ട് സാറ് പറഞ്ഞത് വെച്ചാൽ, ഒരു വിഷണറിയുടെ വിഷൻ അത് ആണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഈ ഒരു വിഷണറി എന്നിട്ടുള്ള ഈ ഒരു ഹൗസ് ഓണർ, അദ്ദേഹം കുറേ കാലം മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു വിഷൻ ഇവിടെ വിഷ്വലൈസേഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണാൻ പോകുന്നത്. നമ്മുടെ ഈ 3ാമത്തെ ബെഡ്റൂമാണ് സാർ. ഇതെന്ത് ഇവിടെ എനിക്കൊന്ന് സ്റ്റഡി ടേബിൾ ആയിട്ടുള്ള അല്ലേ? ഓക്കെ ഓക്കെ. സോ ഇവിടെ വക്കീലർക്ക് ഈ മാതിരി വേണം വെച്ചിട്ട് ഇവിടെ സ്റ്റഡി ചെയ്യാതെ. ഓക്കെ, ഒരു സ്റ്റഡി ടേബിൾ ആയിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. അവർ അഡ്വക്കേറ്റ് ആണ്. അപ്പം അവർക്ക് അതിൻ്റെതായ ആ ഒരു കൺസെപ്റ്റോട് കൂടിയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സ്റ്റഡി ടേബിളാണ്. ഇവിടുന്ന് ഇരിക്കുമ്പോൾ വേണമെങ്കിൽ ഇതങ്ങോട്ട് നീക്കിയിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പുറത്തെ കാഴ്ചകളും ആ ഒരു കാറ്റും കാര്യങ്ങളും കിട്ടും. ഈ ഒരു ആവശ്യത്തിന് വെളിച്ചം കാര്യങ്ങളും കിട്ടാനും കാഴ്ച കാണാനും വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ ഒരു ഡബിൾ ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭിത്തി, എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ ഈ ഒരു ഇങ്ങനത്തെ സ്പേസ് ഉള്ളത് വളരെ കുറവാണ്. ബാക്കി എല്ലാം തന്നെ മരം കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ചുമരിൽ ഇത് ടി വി വെക്കാൻ ആവശ്യമില്ലെങ്കിൽ അതെ, ജസ്റ്റ് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടി വി വെക്കാനുള്ള ഒരു സ്പേസ് എന്നുള്ളത് ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ബെഡ്റൂമിലെല്ലാം എനിക്ക് നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഭിത്തിയിലെല്ലാം ഒരു വോള് വുഡ് തന്നെയാണ്, കംപ്ലീറ്റ് ആയിട്ട് വുഡിൽ വർക്കോട് കൂടി ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് ടേബിൾ ഓക്കെ, ആ ഒരു ഓൾഡ് ടൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ആണ്, അതിനാവശ്യമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ നമുക്ക് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ബെഡ് എനിക്ക് തോന്നുന്നത് സാധാരണ ബെഡ്റൂമിലെല്ലാം ഒരു ബാത്റൂം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഹൈലൈറ്റ് ചെയ്യുന്ന മാതിരിയാണ്. പക്ഷെ ഇവിടെ നമുക്കറിയില്ല, കാണാത്ത രീതിയിലാണ്. ബാത്റൂം ഉണ്ട്, ഡ്രസ്സിംഗ് റൂമും ഉണ്ട്, പക്ഷേ ഈ ബെഡ്റൂമായിട്ടുള്ള യാതൊരു സിമിലാരിറ്റി അല്ലെങ്കിൽ ഒരു ഇതും ഇല്ല. പിന്നെ എന്താ പറഞ്ഞെങ്കിൽ ഇവിടെ കൊടുത്ത് AC കുറച്ച് ആ റൂമുക്ക് അവിടെ ഓക്കെ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ബെഡ്റൂമിലെ ഈ ഒരു വുഡിൻ്റെ വാളിൻ്റെ പ്രത്യേകത, ഇവിടുന്ന് AC ഈ വാളുണ്ട്. ഇനി ഇച്ചിരി തണുപ്പ് നമുക്ക് ഈ പറഞ്ഞ ഡ്രസ്സിങ് റൂമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള വെന്റിലേഷൻ അപ്പുറത്തേക്ക് മരത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിലെ AC നേരെ അപ്പുറത്തായിട്ട് അതിനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ ഇതിനകത്തേക്ക് കയറി വരുമ്പം നമ്മൾ നേരത്തെ താഴെ കാണിച്ചതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രസ്സിങ് റൂം ഒരുക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ആ ACൻ്റെ വെന്റിലേഷനിലെ തണുപ്പ് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് എങ്ങനെയും വരും. നമുക്ക് നേരെ ഇങ്ങോട്ട് വരും. വലിയ ഒരു എന്താ പറയുക, നമുക്കൊരാൾക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണ്ണാടി കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ളതാണ്. പിന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നേരെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വരുമ്പോൾ നമുക്കിതിൻ്റെ വാഷ്റൂം അകത്ത് വരുന്നുണ്ട്. ലൈറ്റ് ഉണ്ട് കേട്ടോ, നല്ല LED ലൈറ്റ് കൊടുത്ത കാരണം ഇതിനൊരു നമുക്ക് ആ ഇപ്പോൾ ഒരു ഡ്രസ്സിംഗ് റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് പൂർണ്ണത കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ആവശ്യമുള്ള ലൈറ്റിംഗ് ഉണ്ട്. അത് മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം നമുക്ക് എടുത്ത് കാണാനുണ്ട്. നേരെ നമുക്ക് വന്നു കഴിഞ്ഞാൽ വാഷ്റൂമിലേക്കാണ് വരുന്നത്. ഏറ്റവും നല്ല മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള, എന്നാൽ നമുക്ക് ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും കാണുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാത്റൂമിൽ വരെ നമ്മൾ ഇത് കാണുന്ന എല്ലാ ഭാഗത്തും കാണുന്ന കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റോറേജിന് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാത്റൂമിന് മേലായിട്ട്. എനിക്ക് തോന്നുന്നത് ഒരു ബ്ലാക്ക് ക്ലോസറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് തീമിലാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിനിൽ അത് ബ്ലാക്ക് വാഷ് ബേസിൻ, അതേപോലെ തന്നെ നല്ല ടാപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാന്, പിന്നെ നമുക്കൊരു കണ്ണാടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷോയ്ക്ക് മാത്രമായിട്ടുള്ള ഓക്കെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വേണം തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സ്പേസും കാര്യങ്ങളും കാണാൻ പറ്റുന്ന സൈഡ് കാണുന്ന വേണം. ഓക്കെ ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് സൈഡ് നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വീട് പണിയുന്നവർക്കൊക്കെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമുക്കിത് ബാത്ത് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല ഗ്ലാസിൻ്റെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്.
നല്ല ടവല് വെക്കാനുള്ള കാര്യങ്ങളും ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ബാത്ത് ഷവർ, എനിക്കൊന്ന് ഏറ്റവും നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെള്ളം ഇങ്ങോട്ട് സ്പ്രേ ചെയ്യുന്ന രീതി, മേലെ നിന്നും താഴെ നിന്നും കൊടുക്കുന്ന രീതിയിലാണ് ഒരു നമ്മളൊരു വെള്ളച്ചാട്ടത്തിലൊക്കെ നിന്ന് കുളിക്കുന്ന ആ ഒരു ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു വീടിൻ്റെ മാക്സിമം ആയിട്ടുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുകളിലത്തെ നിലയത്തെ മാസ്റ്റർ ബെഡ്റൂം, രണ്ട് മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത്. അതെ, അതിനകത്ത് താഴെയും മേലെയും, ഇത് താഴെയും മേലെ ഒരേ തന്നെ എടുത്തിരിക്കുന്നത്, രണ്ടും ഒരേപോലെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 2 റൂമും നമുക്ക് ഏകദേശം ഈ നിർമ്മിതികളെല്ലാം തന്നെ ഒരേപോലെയാണ്. പക്ഷേ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ മാറ്റം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങുന്നതിന് വരെ നല്ല ഹെവി ആയിട്ടുള്ളൊരു ഡോറാണ്. എന്ന് വെച്ചാൽ സ്റ്റോപ്പർ കൊടുത്തിട്ട് കുറച്ച് വെയിൽ വരും, നല്ലൊരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശങ്കർ ഭട്ട് സാറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. സാർ ഇവിടെ എനിക്ക് വന്നത് ഏത് വേനൽക്കാലത്തും നല്ലൊരു തണുപ്പ് തന്നെയാണെന്ന് തോന്നുന്നില്ലേ? കംപ്ലീറ്റ് വുഡിൻ്റെ പണി കൂട്ടുണ്ടാക്കണം, മരവും അതേപോലെ തന്നെ സീലിംഗിൽ മരം കൊടുത്തിട്ടുണ്ട്, മുകൾ വശത്ത് ഓട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്ലോറിലാണെങ്കിലും ഇത് ഏത് തരത്തിലുള്ള ഗ്രാനൈറ്റ് ആണ്? ജെറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ്, അത് ലാക്കറൈറ്റ്, സൈഡിന്റെ ബോർഡർ കൊടുത്ത് ലാക്കറൈറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്രാനൈറ്റിന്റെ ബ്ലാക്കും റെഡും കോമ്പിനേഷനാണ് എല്ലാ സ്ഥലത്തും കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ബ്ലാക്ക് റെഡ്, റെഡ് ബ്ലാക്ക്. അതെ, ഇത് കംപ്ലീറ്റ് ബ്ലാക്കില്. ഓക്കെ. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ആയി കൂടുതലായിട്ട് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. കുറഞ്ഞ ഭാഗങ്ങളിൽ റെഡും കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള ഇതിലേക്ക് പോകുമ്പോൾ ഇപ്പം നമ്മൾ ഹാളിന്റെ ഫ്ലോർ കാണിക്കാൻ പോവുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയല്ല സാർ, ഇത് കൂടുതലായിട്ട് റെഡാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൂടുതൽ റെഡും അതേപോലെ തന്നെ കുറഞ്ഞ ഭാഗങ്ങളിൽ ഡിസൈൻ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം ഒരു ഗ്രാനൈറ്റ് തന്നെ വെറുതെ അങ്ങ് വിരിച്ചു പോയിരിക്കുകയല്ല, ഓരോ ഭാഗങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? കാരണം ഇത് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഒരു ആ ഒരു ബെഡ്റൂമിൽ മാത്രമാണോ കൂടുതൽ ബ്ലാക്ക് കൊടുത്തിട്ട്, ബാക്കി എല്ലാ ഭാഗത്തും റെഡാണ് കൂടുതൽ വരുന്നത്. അതെ, നമ്മളിപ്പോൾ കണ്ട ഈ വീടിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും റെഡ് കൂടുതലും ബ്ലാക്ക് കുറവാണ്. എന്നാൽ നമുക്ക് ഒരു ബെഡ്റൂമിൽ മാത്രമായിട്ട് നമുക്ക് നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് കൂടുതലും റെഡ് കുറവായിട്ടാണ്. ഇതിൽ നമുക്ക് ഈ ഒരു ഡോറിൻ്റെ വർക്ക് കൂടി കാണാം കേട്ടോ. ഈ ഒരു ഡോറ് ഒരൊറ്റ സിംഗിൾ ഫ്ലവർ വലുതാക്കിയിട്ടാണ്. മറ്റുള്ള ഡോറുകളിലൊക്കെ നമുക്ക് കൂടുതലായി മിക്സഡ് ആയിട്ടാണ് വന്നതിനും കൂടിയിട്ട് ഇവിടെ സിംഗിൾ ഫ്ലവറിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ഒരു ഡോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് എന്ത് ഡോർ ലോക്കാണ് സാർ വരുന്നത്? ഈ ഡോറിൻ്റെ ലോക്ക് ചെയ്ത മെറ്റീരിയൽ അത് ഏത്? ഈ ഡോറിൻ്റെ ലോക്ക് ഇത് അല്ല, ഇത് ബ്രാസിൽ തന്നെ വരുന്നതാണ് ഡോർ ലോക്ക് വരുന്നത്. അപ്പം നമ്മളുടെ ഈ ഒരു വീടിൻ്റെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് വരുമ്പം നമുക്ക് ഇനിയും അടുത്ത് പരിചയപ്പെടേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ശ്രീരാമൻ്റെ ഒറ്റ മരത്തിൽ തീർത്ത ഒരു ശില്പമാണ്. ഈ ശില്പം ഇവിടെ നിർമ്മിച്ചതല്ല, വേറെ സ്ഥലത്തു നിന്ന് നിർമ്മിച്ചു കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഭയങ്കര ആ ഒരു ഇതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ആ ശില്പി അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല എന്താ പറയുക, നമ്മൾക്ക് ആ ശില്പിനെയൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെടണം പറ്റുമെങ്കിൽ നമുക്ക് സമയത്ത് പരിചയപ്പെടണം. അത്രയ്ക്കും ആ ഒരു മുഖവും എന്താ പറയുക എല്ലാം പരിപൂർണമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഏതായാലും വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്ക് TV സ്പേസ് കണ്ടു, ഡോറ് കണ്ടു. ഈ ഒരു ഡോറിൽ ഒരു ഡോറും ഒരേപോലത്തതായിട്ടില്ല. എല്ലാ ഡോറിലെയും കൊത്തുപണികൾ വ്യത്യാസമുണ്ട്. ഇത് മയിലാണ് വരുന്നത്. 2 മയിലുകൾ നിൽക്കുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഡോറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിപ്പോൾ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ശില്പങ്ങൾ, മരത്തിൻ്റെ ശില്പങ്ങളും ഈ ഫസ്റ്റ് ഫ്ലോറത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മുടെ ഭാരതാംബയുടെ മനോഹരമായിട്ടുള്ള ശില്പങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ പിന്നെ അടുത്ത് പോകുന്നത് വീണ്ടും പുറത്തെ കാഴ്ചകളിലേക്കാണ്.